ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം. ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ഗുഡ്സൺ കട്ടപ്പന. കാർ ഓടിക്കുന്ന സമയത്ത് നമുക്ക് ഡ്രൈവിങ്ങിൽ അപകടമുണ്ടാകുമോ എന്നുള്ളൊരു പേടി വാഹനം ഓടിച്ചു തുടങ്ങുന്ന തുടക്കക്കാർക്ക് ഡ്രൈവ് ചെയ്യുന്ന സമയത്തുണ്ടാകും. ഈ പേടി അമിതമായതുകൊണ്ട് തന്നെ വാഹനം ഓടിക്കാനായിട്ടുള്ള ധൈര്യക്കുറവ് ഒരുപാട് പേർക്കുണ്ട്. പ്രത്യേകിച്ച് ലൈസൻസ് എടുത്തിട്ടും വണ്ടി സ്വന്തമായിട്ട് കയ്യിലുണ്ടായിട്ടും ഈ ഒരു പേടി ഉള്ളത് കൊണ്ട് തന്നെ വാഹനം ഡ്രൈവ് ചെയ്യാനായിട്ട് കഴിയുന്നില്ല. ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ നിങ്ങളോട് പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഒരു വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ബിഗിനേഴ്സിന് ഡ്രൈവിങ്ങിൽ പേടി ഉണ്ടാകുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് വാഹനം ഓടിക്കുന്ന സമയത്ത് ചെയ്യുന്ന ചില അറിവില്ലായ്മ കൊണ്ട് ചെയ്യുന്ന ചില മിസ്റ്റേക്കുകളാണ്. ഇതിലൊരു ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാവും. ചിലരൊരു വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് എതിരെ വരുന്ന വാഹനത്തെ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യും. വലത് സൈഡിൽ നിന്ന് വരുന്ന വാഹനത്തെ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യും. ആ സമയത്ത് നമ്മുടെ ശ്രദ്ധ കൂടുതൽ അങ്ങോട്ടായതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, നമ്മൾ ഓടിച്ചു പോകുന്ന സമയത്ത് തുടക്കക്കാർ ആ എതിരെ വരുന്ന വണ്ടിയോട് ചേരുന്ന ഒരു പ്രശ്നം വരും. കാരണം ശ്രദ്ധ കൂടുതൽ എതിരെ വരുന്ന വണ്ടിയാണ്, ആ വണ്ടി എന്നെ ഇടിക്കുമോ, അപ്പോൾ അത് നോക്കിക്കൊണ്ട് ഇങ്ങനെ ഡ്രൈവ് ചെയ്യും. അതിന് പകരമായിട്ട് നമ്മളോട് ഫോക്കസ് റോഡിന്റെ ലെഫ്റ്റ് സൈഡിലേക്കാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ എന്ത് ചെയ്യും, നമ്മുടെ നോട്ടം ഓൾറെഡി ലെഫ്റ്റ് സൈഡ് ഉണ്ട്, എതിരെ വരുന്ന വണ്ടിയിലേക്ക് നമ്മൾ ഒരു ഫോക്കസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ വണ്ടി ലെഫ്റ്റ് സൈഡ് ചേരുകയും ചെയ്യും, എതിരെ വരുന്ന വണ്ടി സിമ്പിളായിട്ട് പോവുകയും ചെയ്യും. നിങ്ങൾ ഡ്രൈവിംഗിൽ ശ്രദ്ധിക്കേണ്ട 10 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇന്നത്തെ വീഡിയോ പരമാവധി പൂർണ്ണമായിട്ട് കാണുക. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ വീഡിയോ പരമാവധി കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. ഇവിടെ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഒരു വാഹനം നമ്മൾ എടുക്കുന്ന മുതൽ കൃത്യമായിട്ടും അപകടം വരാതിരിക്കാനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു ഡ്രൈവർ ചെയ്യുന്നത്. ആദ്യം കാലെടുത്ത് ബ്രേക്ക് പെഡലിലേക്കാണ് എല്ലാ ഡ്രൈവേഴ്സും വെക്കുന്നത്. കാരണം നമ്മുടെ വണ്ടി ഒരു ഇറക്കത്തായിരിക്കും ചിലപ്പം കിടക്കുന്നത്, ചിലപ്പോൾ ഒരു കയറ്റത്തായിരിക്കും, നിരപ്പത്തായിരിക്കും, എവിടെയാണെങ്കിലും ബ്രേക്ക് ചവിട്ടുക. രണ്ടാമത്തെ സ്റ്റെപ്പ് ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടുന്നു, താക്കോൽ ഓൺ ചെയ്യുന്നു, വാഹനം നമ്മൾ എന്ത് ചെയ്യുന്നു, സ്റ്റാർട്ട് ചെയ്യുന്നു. അടുത്ത സ്റ്റെപ്പ് ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നു, അടുത്ത സ്റ്റെപ്പ് ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു. ഇങ്ങനെ ക്രമത്തിൽ ചെയ്യുക. എന്നിട്ട് വാഹനം നിങ്ങൾ മുന്നോട്ടെടുക്കുന്ന സമയത്ത് വണ്ടിക്ക് അപകടം വരാൻ പാടില്ല. ഇതാണ് ഒരുപാട് പേർക്ക് അപകടം വരുന്ന ഒരു പ്രശ്നം. അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട ചില മിസ്റ്റേക്കുകൾ എന്ന് പറയുന്നത്, ഇപ്പോൾ എൻ്റെ വണ്ടി വലത് കിടക്കുന്ന വണ്ടി ഇടത് സൈഡിലേക്ക് എടുക്കുന്ന സമയത്ത് തുടക്കക്കാരാണെങ്കിൽ സ്റ്റിയറിംഗ് പൂർണ്ണമായിട്ടും ഇടത് സൈഡിലേക്ക് ഒടിച്ചു പിടിക്കും. എന്നിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് ആക്സിലറേഷൻ ചവിട്ടി പിടിച്ച് വണ്ടി എടുക്കും. വണ്ടി ആ സൈഡിലേക്ക് കൂടുതൽ പോകും. പെട്ടെന്ന് സ്റ്റിയറിംഗ് വലത് സൈഡിലേക്ക് പിടിച്ച് നേരെയാക്കാൻ നോക്കുമ്പോൾ വണ്ടി കിട്ടത്തില്ല. ഇതിന് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ വണ്ടിയുടെ ടയർ സ്ട്രെയിറ്റ് ആക്കുക. അപ്പോൾ സ്ട്രെയിറ്റ് ആണോ എന്ന് അറിയാനായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കുക. എന്നിട്ട് ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ വന്നിട്ട് പതിയെ ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി ഒന്ന് അനക്കുക. ഇപ്പോൾ വണ്ടി കണ്ടോ, നേരെയാണ് പോകുന്നത്. അപ്പോൾ ടയർ നേരെയാണെന്ന് മനസ്സിലായി. എന്നിട്ട് ഒരു റൗണ്ട് മാത്രം സ്റ്റിയറിംഗ് ഇടത് സൈഡിലേക്ക് തിരിച്ചു പിടിക്കുക. ലെഫ്റ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇടുക. എന്നിട്ട് എന്ത് ചെയ്യണം, സെന്റർ മിറർ നോക്കുക. പറയുന്ന വണ്ടി വരുന്നുണ്ടോ എന്ന് സെന്റർ മിറർ നോക്കുക, ലെഫ്റ്റ് മിറർ നോക്കുക. ഇപ്പോൾ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ടേക്കുന്നതുകൊണ്ട് പറയുന്ന ഏതെങ്കിലും വണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്കാണ് നമ്മുടെ വണ്ടി എടുക്കുന്നതെന്ന് മനസ്സിലാക്കാം. എന്നിട്ട് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഹാഫ് ക്ലച്ചിന്റെ കറക്റ്റ് പോയിന്റ്, അതായത് നമ്മളുടെ വണ്ടി നീങ്ങാൻ തുടങ്ങുന്ന ആ ഒരു പോയിന്റ് നിങ്ങൾ ഇടത്തേക്കാൽ ഉപയോഗിച്ചൊന്ന് ബാലൻസ് ചെയ്ത് പിടിക്കുക. എന്നിട്ട് ആക്സിലറേഷൻ അമിതമായിട്ട് കൊടുക്കരുത്. ലൈറ്റായിട്ട്, അതായത് തൊട്ട് മാത്രം ഒന്ന് ആക്സിലറേഷൻ ഒന്ന് മുന്നോട്ട് കൊടുത്തു പിടിക്കുക. ലൈറ്റായിട്ട് ചവിട്ടി കൊടുക്കരുത്, വണ്ടി സ്പീഡ് കൂടും. ലൈറ്റായിട്ട് ഒന്ന് കൊടുത്തു പിടിച്ചുകൊണ്ട് ഈ ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ നിന്ന് പതിയെ അയക്കുക. അപ്പോൾ നമ്മുടെ വണ്ടി ഉണ്ട് പതിയെ ഇടത് സൈഡിലേക്ക് വരും. എന്നിട്ട് വരുന്നതിനനുസരിച്ച് നിങ്ങൾ ബ്രേക്കിലേക്ക് വന്ന് വണ്ടി സ്ലോ ചെയ്തുകൊണ്ട് സ്റ്റിയറിംഗ് വലത് സൈഡിലേക്ക് ആക്കുക. എന്നിട്ട് നിങ്ങൾ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വണ്ടി എടുക്കുന്ന സമയത്ത് ഒരു കാരണവശാലും വണ്ടി ഓഫ് ആവില്ല. എന്നിട്ട് പിന്നെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളുടെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് ഈ സൈഡിലേക്ക് കൊടുക്കരുത്. നിങ്ങൾ വാഹനം പഠിക്കുന്നവരെല്ലാം ഈ സൈഡ് കൊടുക്കും. അതിൻ്റെ കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ഇവിടെ സൈഡിൽ ചിലപ്പോൾ കുഴിയോ കട്ടിങ്ങോ ഒക്കെ കാണും. അപ്പോൾ അങ്ങോട്ട് പോകരുതെന്ന് ഓർത്ത് ഈ സൈഡ് കൊടുക്കും. ഈ സൈഡ് ഫോക്കസ് കൊടുക്കാതെ നിങ്ങൾ ലെഫ്റ്റ് സൈഡിലേക്ക് ശ്രദ്ധ കൊടുക്കുക. എന്നിട്ട് ഇപ്പോൾ എതിരെ ഒരു വണ്ടി വരുന്നുണ്ട്, നിങ്ങളുടെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് കൊണ്ട് റോഡിൻ്റെ ലെഫ്റ്റ് ആയിരിക്കണം, എതിരെ വരുന്ന വണ്ടിക്കല്ല. ഇതുകൊണ്ട് ഞാൻ റോഡിൻ്റെ ലെഫ്റ്റ് സൈഡ് ചേർന്ന് വരികയാണ്. അപ്പം എതിരെ വരുന്ന വാഹനങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് അവർ കടന്നു പൊക്കോളും. നമ്മൾ അതിന് പകരം നമ്മുടെ നോട്ടം ഇപ്പോൾ എതിരെ ഒരു വണ്ടി വരുന്നുണ്ട്, അങ്ങോട്ടാണ് കൊടുക്കുന്നതെങ്കിൽ എന്ത് ചെയ്യും, ഡ്രൈവിംഗ് പഠിക്കുന്നവരുടെ ഒരു മെയിൻ പ്രശ്നം എന്ന് പറയുന്നത്, നമ്മുടെ വാഹനം വലത് സൈഡിലേക്ക് വരുന്ന വണ്ടി ഏതാണോ ആ വണ്ടിയിലേക്ക് ചേരും. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാൻ ഇങ്ങനെ ഓടിച്ചു വരുന്ന സമയത്ത് ഇതുകൊണ്ടോ, ഇപ്പോൾ ഇവിടെ വാഹനങ്ങളുണ്ട്, അപ്പം ഒരു നിശ്ചിത സ്പേസ് ഇടുന്നു. ഇവിടുന്ന് ഒരു വണ്ടി വരുമ്പോൾ ഇങ്ങോട്ട് നോക്കരുത്. എൻ്റെ ശ്രദ്ധ എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡ്, ഇതുകൊണ്ടോ ലെഫ്റ്റ് സൈഡിലേക്ക് ഞാൻ ചേർക്കുകയാണ്. അപ്പോൾ ഈ വാഹനം ഇതുവഴി കടന്നു പൊക്കോളും. അതിന് നമ്മൾ ഓവർ ശ്രദ്ധ കൊടുക്കാതെ ലെഫ്റ്റ് സൈഡിന് ഫോക്കസ് നൽകി ലെഫ്റ്റ് സൈഡ് ചേർന്ന്
ഓടിക്കുക. ഇതിന് നിങ്ങൾ പ്രധാനമായിട്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ എതിരെ വരുന്ന വണ്ടികളെ നിങ്ങൾക്ക് പേടിക്കാതെ ഡ്രൈവ് ചെയ്യാം. നിങ്ങളത് കൃത്യമായിട്ടും ഇനി വാഹനം ഓടിക്കുന്ന സമയത്ത് മെയിൻ ഫോക്കസ് ലെഫ്റ്റ് സൈഡ് ചേർന്ന് ഓടിച്ചു നോക്കിക്കോ, നിങ്ങൾക്ക് അത് മാറിക്കിട്ടും. എന്നിട്ട് ഓരോ ഗിയർ മാറുന്ന സമയത്തും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് വണ്ടി ഇടതാണെന്ന് ഉറപ്പ് വരുത്തിയിട്ടേ നിങ്ങൾ അടുത്ത ഗിയർ ഇടാവുള്ളൂ. വണ്ടിയെ നടുക്കോ വലത്തോട്ടോ ആക്കരുത്. ഇപ്പം എൻ്റെ വണ്ടി ഇതുകൊണ്ട് ഇടതാണെന്ന് ഞാൻ ഉറപ്പ് വരുത്തി, അതിനുശേഷം വണ്ടി മറ്റൊരു സൈഡിലേക്ക് പോകാതിരിക്കാനായിട്ട് ഗിയർ ലിവറെ നോക്കാതെ ഗിയർ ചേഞ്ച് ചെയ്യുക. അതായത് ബ്രേക്കേ വരുന്നു, ക്ലച്ച് ചവിട്ടുന്നു, ഒരു കൈ ഇവിടെ ബാലൻസ് ചെയ്തിട്ട് എൻ്റെ നോട്ട റോഡിലാണ്, ഞാൻ ന്യൂട്രൽ പൊസിഷനിലേക്ക് വന്ന് സെക്കൻഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്തു, ക്ലച്ച് ചെയ്യുന്ന റിലീസ് ചെയ്തു, കണ്ടോ. എന്നിട്ട് വീണ്ടും എൻ്റെ നോട്ടം എവിടെയാണ്, റോഡിൻ്റെ ലെഫ്റ്റ് സൈഡ് ചേർന്ന് ഞാനിത് സെക്കൻഡ് ഗിയറിൽ വരികയാണ്. അപ്പം നിങ്ങൾക്ക് വാഹനം ഓടിക്കുന്ന സമയത്ത് ഫസ്റ്റും സെക്കൻഡും കൊടുക്കുന്ന സമയത്ത് ഇത്രയും ശ്രദ്ധ നൽകി ഇതുകൊണ്ട് വീണ്ടും ലെഫ്റ്റ് സൈഡിന് ഫോക്കസ് നൽകി ഞാൻ ഓടിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് പലരുടെ ഒരു ഡ്രൈവിംഗ് ഫിയർ എന്ന് പറയുന്നത് പല ആൾക്കാരും തന്നെ ഫസ്റ്റ് ഗിയർ അല്ലെങ്കിൽ സെക്കൻഡ് ഗിയർ കൊടുത്ത വണ്ടി ഓടിക്കത്തുള്ളൂ. തേർഡും ഫോർത്തും കൊടുക്കാനായിട്ട് പേടിയുള്ള ഒരുപാട് പേരുണ്ട്. കാരണം വണ്ടിക്ക് സ്പീഡ് കൂടുക എന്നുള്ളൊരു പേടിയാണ്. എന്നാൽ തേർഡും ഫോർത്തിനും നിങ്ങൾ ചിന്തിക്കുന്ന പോലെ സ്പീഡായിട്ട് അങ്ങനെ കൂടത്തൊന്നുമില്ല. നമ്മൾ കാല് കൊടുത്താൽ ആക്സലറേഷൻ കൊടുത്താലേ സ്പീഡ് കൊടുത്തുള്ളൂ. ഇപ്പോൾ ഉദാഹരണം പറയാം, സെക്കൻഡ് ഇടുന്ന സമയത്ത് എന്ത് ചെയ്യണം, സെക്കൻഡും തേർഡും ഫോർത്തും ഒക്കെ ഇടുന്ന സമയത്തും ഇത്തിരി ആക്സലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കിയിട്ട് ഈ ഗിയറുകൾ ഇടുക. വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകി ഇപ്പോൾ സെക്കൻഡ് ഗിയറിൽ ഇങ്ങനെ പോവാണ്. ഇനി ഞാൻ തേർഡ് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കിയേ, എൻ്റെ വാഹനം റോഡിൻ്റെ ഇടതാണെന്ന് ഞാൻ ഉറപ്പ് വരുത്തുന്നു. എന്നിട്ട് കൈ ഇവിടെ ബാലൻസ് ചെയ്തിട്ട് ഗിയർ ലിവറെ നോക്കാതെ തേർഡ് ഗിയറിലേക്ക് ഞാൻ ഷിഫ്റ്റ് ചെയ്തു. ആക്സലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കി തേർഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. എന്നിട്ട് ലെഫ്റ്റ് ഗിയറിന് പോവാണ്. അപ്പോൾ തന്നെ ഇതുകൊണ്ട് പുറകെ വരുന്ന വാഹനങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് കയറി പോവാണ്. ഞാൻ എന്തുകൊണ്ടാണ് ലെഫ്റ്റ് കൊടുക്കുന്ന ഫോക്കസ് കൊണ്ടാണ് പുറകെ വരുന്ന വാഹനങ്ങൾ നമുക്ക് ബുദ്ധിമുട്ടില്ലാതെ കയറി പോകുന്നത്. ഞാൻ പറഞ്ഞൊരു പോയിന്റ് കൂടി കിട്ടും. എന്നിട്ട് ഇതുപോലെ ഒരു വാഹനമൊക്കെ ഇവിടെ കിടക്കുന്ന സമയത്ത് നിങ്ങൾ കുറച്ച് നേരത്തെ റൈറ്റ് സൈഡിലേക്ക് പിടിച്ചിട്ട് സൈഡിൽ കിടക്കുന്ന വണ്ടിയായിട്ട് സ്പേസ് ഇടണം. ഓക്കെ, ഇനിയിപ്പോൾ ഞാൻ തേർഡ് ഗിയർ വരുന്ന സമയത്ത് ഇവിടെ കുറേ ആൾക്കാരുണ്ട്. അപ്പോഴും എൻ്റെ ശ്രദ്ധ എങ്ങോട്ടാണ്, ലെഫ്റ്റ് ആണ്, കണ്ടോ. അപ്പോൾ ലെഫ്റ്റ് സൈഡ് ഞാൻ ചേർന്നു, ആ ആൾക്കാരെ ഒന്നും തട്ടത്തില്ല, നമ്മളൊരു സ്പേസ് കൊടുത്തു. ഓക്കെ, ഇനി ഞാൻ വീണ്ടും ഫോർത്ത് കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, എൻ്റെ വണ്ടി റോഡിൻ്റെ ലെഫ്റ്റ് ആണെന്ന് ഞാൻ ഉറപ്പ് വരുത്തുന്നു, ലെഫ്റ്റ് സൈഡ് കറക്റ്റായിട്ട് ചേർന്ന് ഓടിക്കുന്നു. എന്നിട്ട് ഗിയർ ലിവറെ നോക്കാതെ നോട്ടം റോഡിലേക്ക് ആക്കിയിട്ട് ഫോർത്ത് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യാണ്. ഇപ്പം നാലാമത്തെ ഗിയറിലേക്ക് ഇതുകൊണ്ട് വന്നു, വീണ്ടും ലെഫ്റ്റിന് പ്രാധാന്യം നൽകി വരികയാണ്. വീണ്ടും എതിരെ ഒരു വാഹനം വന്നു, ഞാൻ ക്ലച്ചും ബ്രേക്കും ചവിട്ടി. ഇതുകൊണ്ട് എൻ്റെ ലെഫ്റ്റ് സൈഡിലേക്കാണ് ഫോക്കസ്, അല്ലാതെ എതിരെ വരുന്ന വണ്ടിയിലേക്കല്ല. ലെഫ്റ്റ് സൈഡിലേക്ക് ഫോക്കസ് കൊടുത്ത് വണ്ടി ഒതുക്കി ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, വീണ്ടും ഒന്നേന്ന് ഫസ്റ്റ് ഗിയർ കൊടുത്ത് ആക്സിലറേഷൻ കൊടുത്ത് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി എടുത്തു. ഇനി ഇങ്ങനെ നമുക്ക് സ്പേസ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം, ഇതുപോലെ ക്ലച്ചും ബ്രേക്കും ചവിട്ടി സൈഡിലേക്ക് ചേർത്ത് നിർത്തിക്കോണം. അല്ലാതെ എതിരെ വരുന്ന വണ്ടിയെ പേടിക്കരുത്. പേടിച്ചു കഴിഞ്ഞാൽ ഉള്ള പ്രശ്നം എന്ന് പറയുന്നത് നിങ്ങൾ അങ്ങോട്ട് നിങ്ങളുടെ വണ്ടി പോയി ഇടിക്കും. അതാണ് കാരണം, നിങ്ങളുടെ നോട്ടം അങ്ങോട്ടാണ്. അങ്ങനെ പേടിക്കാൻ നിങ്ങൾ പാടില്ല. അതിന് ഈ ഒരു കാര്യം നിങ്ങൾ ഡ്രൈവിങ്ങിൽ ചെയ്യുക. ഇനി അതുപോലെ തന്നെ നിങ്ങൾ ഗിയർ ഡൗൺ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ചെയ്യേണ്ട ചില കാര്യങ്ങളും കൂടെ പറയാം. ഇപ്പം ഞാൻ സെക്കൻഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതുകൊണ്ട് വണ്ടിക്ക് മൂവ് ആക്കുന്നു, റോഡിൻ്റെ ഇടതാണ് വാഹനം എന്ന് ഉറപ്പുവരുത്തി തേർഡ് കൊടുക്കുന്നു, വീണ്ടും വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകി ഫോർത്ത് കൊടുക്കുന്നു. ഇനി ഈ ഫോർത്തിൽ ഇങ്ങനെ കയറി വരുന്നില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് അഡ്വാൻസ് ഡൗൺ ചെയ്യണം. അതായത് ലെഫ്റ്റ് സൈഡ് തന്നെ വാഹനം വരുന്നതെന്ന് ഉറപ്പാക്കുക. ഇപ്പോൾ ലെഫ്റ്റ് സൈഡ് തന്നെ ചേർന്ന് വരികയാണ്. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഫോർത്തിൽ പോകുന്നില്ലെന്ന് തോന്നി അഡ്വാൻസ് തേർഡ് ഗിയറിലേക്ക് ഇടുക. എന്നിട്ട് വീണ്ടും ലെഫ്റ്റ് സൈഡ് തന്നെ ഫോക്കസ് കൊടുക്കുന്നു. വീണ്ടും എതിരെ ഒരു വാഹനങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, വീണ്ടും സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ട് കൊടുക്കുന്നു. കാരണം തേർഡ് ഗിയറിൽ പോകുമ്പോൾ സ്പീഡ് കൂടും. അപ്പോൾ എതിരെ വരുന്ന വണ്ടി ഇടിക്കാൻ സാധ്യതയുണ്ട്, ഇടുങ്ങിയ റോഡിൽ. അതുകൊണ്ടാണ് നമ്മൾ സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ടത്. അപ്പോൾ സ്പീഡ് കുറയ്ക്കണമെന്ന് തോന്നിയാൽ ഗിയർ ഡൗൺ ചെയ്തിരിക്കണം. ഇതും കൂടെ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇപ്പോൾ ഒന്നും കൂടെ പറഞ്ഞ് മനസ്സിലാക്കുക. ഇപ്പം ഞാൻ തേർഡിൽ ഇങ്ങനെ വരികയാണ്. ഓക്കെ, തേർഡിൽ ഇങ്ങനെ വരുന്ന സമയത്ത് എനിക്ക് എതിരെ ഒരു വാഹനം വരുന്നു, അല്ലെങ്കിൽ എൻ്റെ വാഹനം കുറച്ച് സ്പീഡ് കുറച്ച് ഓടിക്കേണ്ട ഒരു സിറ്റുവേഷൻ റോഡിൽ വരുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഗിയർ ഡൗൺ ചെയ്ത് കൊടുത്തിരിക്കണം. ഇപ്പം ഇവിടെ മുന്നിലായിട്ടൊരു വളവുണ്ട്. അപ്പം ഞാൻ ലെഫ്റ്റ് സൈഡ് ചേർന്ന് ഇങ്ങനെ വരുന്നു, വളവിന് മുന്നമേ ബ്രേക്ക് ബാലൻസ് ചെയ്ത് ക്ലച്ച് പിടിച്ച് ഞാൻ സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ട് കൊടുത്തു, അഡ്വാൻസ് ഡൗൺ ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ലെഫ്റ്റ് സൈഡ് ചേർന്ന് ലെഫ്റ്റ് സൈഡ് ചേർന്ന് എൻ്റെ വാഹനം ഇതുകൊണ്ട് ഇതുപോലെ പോവാണ്. അപ്പോൾ സെക്കൻഡ് ഗിയറിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ട് വണ്ടിക്ക് സ്പീഡ് കുറയും, കണ്ടോ. സെക്കൻഡ് ഗിയറിലേക്ക് വരുന്നു. ഇനി തീർത്തും സ്പീഡ് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അഡ്വാൻസ് ഡൗൺ ചെയ്ത് ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുക. എന്നിട്ട് പതിയെ ക്ലച്ച് അയച്ച് ആക്സിലറേഷൻ കൊടുത്ത് ഓടിക്കുക. അപ്പം നിങ്ങൾ ഒരു വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഈ കാര്യങ്ങൾ ഞാൻ പറഞ്ഞ മെത്തേഡ് അനുസരിച്ച് ലെഫ്റ്റ് സൈഡിന് കൂടുതൽ പ്രാധാന്യം നൽകി നിങ്ങൾ ഡ്രൈവ് ചെയ്താൽ നിങ്ങൾക്ക് വാഹനം ഓടിക്കാനായിട്ടുള്ള പേടി മാറും. നിങ്ങൾ ലെഫ്റ്റ് സൈഡ് ഓട്ടോമാറ്റിക്കായിട്ട് ചേർന്ന് വാഹനം ഡ്രൈവ് ചെയ്യും. അതോടൊപ്പം തന്നെ എതിരെ വരുന്ന വാഹനങ്ങൾ കയറിപ്പൊക്കോളും, പുറകിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ കയറിപ്പൊക്കോളും. പേടിക്കാതെ ഡ്രൈവ് ചെയ്യാം. പിന്നെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്,
എല്ലാ വളവുകളിലും നിങ്ങൾ ഓരോ വാഹനത്തെ പ്രതീക്ഷിച്ച് തന്നെ ഡ്രൈവ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് വാഹനം റോഡിൻ്റെ ഇടത് ചേർക്കാം. ഇപ്പം ഇവിടെ നിന്ന് ഒരു വാഹനം വരുന്നുണ്ടെന്ന് പ്രതീക്ഷിച്ച് ഞാൻ ഡ്രൈവ് ചെയ്യണം. ഇപ്പം തേർഡ് ഗിയറിൽ ഇങ്ങനെ പോവാണ്, പറയുന്ന ഒരു വാഹനം കണ്ടോ, അവർ ഓവർടേക്ക് ചെയ്ത് കയറി. എന്നാൽ ഇവിടെ വളവായതുകൊണ്ട് ഞാൻ വീണ്ടും എന്ത് ചെയ്യുന്നു, ലെഫ്റ്റ് സൈഡ് ചേർന്ന് പോവാണ്. കാരണം ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ എൻ്റെ വണ്ടി ഇടതാണ്, അതുകൊണ്ട് പേടിക്കേണ്ടതായിട്ടില്ല. ഇനി കുറച്ചും കൂടെ റോഡിന് വെളിയിലേക്ക് ഇറക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇറക്കുകയും ചെയ്യാം. അപ്പോൾ എതിരെ നമ്മളൊരു വളവുകളിലെല്ലാം ഓരോ വണ്ടി പ്രതീക്ഷിക്കുക. ഒരു വലിയ വാഹനം വരുന്നുണ്ടെന്ന് തന്നെ ചിന്തിച്ച് ഡ്രൈവ് ചെയ്യുക. ഹോൺ മുഴക്കി കൊടുക്കുക. ഹോൺ അടിക്കേണ്ടതൊക്കെ നേരത്തെ അടിച്ചു കൊടുക്കണം. ഒരിക്കലും ആളിൻ്റെ ഒക്കെ അടുത്ത് പോയി ഹോൺ അടിച്ചു കൊടുക്കരുത്, ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകും. ഹോൺ അടിക്കുവാണെങ്കിൽ എന്ത് ചെയ്യണം, നേരത്തെ ഹോൺ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പ്രധാനമായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചൊരു വാഹനം ഡ്രൈവ് ചെയ്ത് നോക്കിക്കോ. നിങ്ങൾക്കൊരു വാഹനം മികച്ച രീതിയിൽ പേടി കൂടാതെ ഡ്രൈവ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. അപ്പം ഞാൻ ഇന്ന് പറഞ്ഞു തന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനം ചെയ്തെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ പരമാവധി കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. ഒപ്പം തന്നെ മറക്കാതെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.